ഇല്ല, ഞാൻ സംസാരിക്കുന്നത് പരബ്രഹ്മത്തിനോടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനിക്ക് അതൊരു അത്ഭുതമായി. പരബ്രഹ്മോ എവിടെയെന്ന് ചോദിച്ചു. അതാ അവിടെ നിന്ന് കാണിക്കുകയുണ്ടായി. പക്ഷേ അവിടെ ഒന്നുമില്ല. തിരുമേനി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും കാണാനൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചാത്തൻ പറഞ്ഞു, ഒന്നും കാണില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൈ തൊട്ട് നോക്കിക്കോളൂ, അപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനി ചാത്തൻ്റെ കൈ തൊട്ട് നോക്കിയപ്പോഴാണ് അവിടെ ആ പോത്ത് നിൽക്കുന്നത് കണ്ടത്. അത് അങ്ങനെ കണ്ട സമയം തന്നെ ഈ പോത്ത് അടുത്തുള്ള ഒരു ചിറയിലേക്ക് ചാടി മറഞ്ഞു അത്രേ. പിന്നീട് ഒരുപാട് കാലം ഈ ചാത്തൻ അവിടെ തന്നെ ഇരിക്കേണ്ടായി. ആ പോത്ത് ചാടി മറഞ്ഞ ആ ചിറയിൽ തന്നെ പോയി ഇരിക്കേണ്ടായി ഈ ചാത്തൻ ഒരുപാട് കാലം. അങ്ങനെ തിരുമേനി പോയി അത് ഓം നമോ തിരുമേനിയോട് പോയിക്കോളാനാ പറഞ്ഞു. മനസ്സിരുത്തി ഭഗവാനെ വിളിക്കാൻ. അപ്പോൾ പിന്നീട് എന്ന് പറയുന്ന ഒരു കണക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു ജ്യോതിഷൻ എന്ന നിലയിൽ 12 രാശിയും 9 ഗ്രഹങ്ങളും